ഹായ് എവരിവൺ. ഇപ്പോൾ നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് 2 പോർട്ടൽ എനർജി ഉണ്ട്. ഞാനിന്ന് DMൻ്റെ കറണ്ട് എനർജി ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. DFൻ്റെ എനർജിയും കൂടി ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ 2 പോർട്ടൽ എനർജിയാണ് നോക്കുന്നത്. ഇവിടെ ടാരോ കാർഡാണ് എടുക്കുന്നത്. ഏഞ്ചൽ ആൻസേഴ്സ് ചിലപ്പോൾ എടുക്കാം. അതുപോലെ തന്നെ കറണ്ട് ഫീലിങ്സും കൂടെ നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാർഡ്സിന് ഇങ്ങനെ പറ്റിയാണ് വയ്ക്കുന്നത്. ഓക്കെ, ഇതിൽ കോൾ ചെയ്യുന്ന കാർഡ്സ് എടുക്കാം. ഇതാണ് 2 പോർട്ടൽ എനർജി കാർഡ്സാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ കാർഡ് കോൾ ചെയ്യുന്നു. ലാസ്റ്റ് നോക്കാം കേട്ടോ. ഒരു ഭാഗത്തു നിന്നാണ്. ഈ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയ കാർഡ്സ് ഞാൻ താഴെ വയ്ക്കാം. ഈ ഒരു കാർഡ് കോൾ ചെയ്യുന്നു. ഓക്കെ, മിക്സഡ് ആയിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു കാർഡ് കോൾ ചെയ്യുന്നുണ്ട്. ഇൻഡ്യൂഷനിലാണ് കേട്ടോ കാർഡ് കോൾ ചെയ്യുന്നു എന്ന് പറയുന്നത്. പുതിയതായിട്ട് കാണുന്നവർ എന്താണ് കാർഡ് കോൾ ചെയ്യുന്നു വിചാരിക്കും. ഇൻഡ്യൂഷനിൽ നമുക്ക് കാർഡ്സ് എടുക്കാൻ തോന്നുന്നതാണ്. ഓക്കെ, ഈ ഒരു കാർഡും കൂടെ. ഇനി ഒരു ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് ഒരു കാർഡും കൂടെ നമുക്ക് വേണം. ഈ ഒരു കാർഡ് ഇരിക്കുന്നുണ്ട് ബോട്ടം. അപ്പോൾ നമുക്ക് ബാക്കി കാർഡ്സുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് നമുക്ക് കിട്ടിയിട്ടില്ല. 2 ബോട്ടൽ എനർജി സെക്കൻഡാണ് ഈ ഒരു ഇയറത്തെ. 2 ഒരു ഡബിൾ ചോയ്സസ് വരാം. നിങ്ങൾക്ക് മണി റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ അതും അബണ്ടൻസ് വരാം. ചില സമയത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂസിങ് എനർജി വരാം ഈ ഒരു പോർട്ടലിൽ. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലിയർ ചെയ്യുക. എന്ത് ട്രോമ ഉണ്ടെങ്കിൽ സബ് കോൺഷ്യസിലാണ് പതിഞ്ഞ് നിൽക്കുക. അതിനാണ് ക്ലിയർ ചെയ്യേണ്ടത്. അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മന്ത് 6-ാം തീയതി ഉണ്ട്. 5-ാം തീയതി നമ്മുടെ ആകാശിക്കിൻ്റെ പുതിയ ബാച്ചാണ്. ഓക്കെ, 2 ബോട്ടൽ എനർജി ഇതാണ് കാർഡ്സുകൾ വന്നിട്ടുള്ളത്. ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് വൺസ്, കിങ് ഓഫ് സോർഡ്സ് റിവേഴ്സ് ആൻഡ് 5 ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, മണി കാര്യങ്ങളും അല്ലെങ്കിൽ ചോയ്സസ് ഡിഫറൻസിയേഷൻസ് ക്യാൻ ബി ഹാപ്പൻ. സോ 4 ഓഫ് സോർഡ്സ് ഫ്രം സ്റ്റാർട്ട് വി ക്യാൻ സേ ദാറ്റ് സംവൺ ഇതിലിപ്പോൾ ആരാണോ കാണുന്നത് അവരുടെ എനർജിയാണല്ലോ ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഭയങ്കര വിഷമത്തിലാണ്. എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ പോകുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈഫ് സൂപ്പറായിട്ട് പോകുന്നു, എൻ്റെ ഒന്നും ഇവിടെ എത്തുന്നില്ല. യു ആർ കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് ഹെർ ഡെസ്റ്റിനി വിത്ത് യുവർ ഡെസ്റ്റിനി. നമ്മുടെ ഡെസ്റ്റിനിയും അവരുടെ ഡെസ്റ്റിനിയും കൂടി കമ്പയർ ചെയ്യാൻ പാടില്ല. ഓരോരുത്തർക്ക് ഓരോ ടൈമിൽ ഡിവൈൻ ടൈമിങ് സംഭവം ഉണ്ട്, അതിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളൊരാളെയും കമ്പയർ ചെയ്യാതെ യു ഷുഡ് കമ്പയർ യുവർ യെസ്റ്റർഡേ വിത്ത് ടുഡേ. ഇന്നലത്തെ നിങ്ങളെയും ഇന്നത്തെ നിന്നെയും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അല്ലാതെ വേറെ ആളും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ഡെസ്റ്റിനി നമ്മൾ തന്നെ എഴുതിയത്. എന്നിട്ട് പറയാം എൻ്റെ ലൈഫ് ഇങ്ങനെ വന്നു, ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്തു. വൈ കാണ്ട് യു ആസ്ക് ഫ്രം യുവർ സോൾ. നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ തന്നെ എഴുതിയ അക്കൗണ്ടാണ്. നിങ്ങളുടെ സോൾ എഴുതിയ അക്കൗണ്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. ചീറ്റിംഗ് ആയിക്കോട്ടെ, നഷ്ടപ്പെടലായിക്കോട്ടെ, മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, അല്ലെങ്കിൽ മർഡർ, സൂയിസൈഡ്, ഇതൊക്കെ നിങ്ങൾ തന്നെ എഴുതുന്ന ഒരു അക്കൗണ്ടുകളിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ് യു ഗെറ്റിംഗ് പെയിൻ. ഓക്കെ, അപ്പോൾ 4 ഓഫ് സോർഡ്സ് രാത്രി ഉറക്കമില്ലാതെ കുറേ പേർക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. സ്ലീപ്പ് ബിക്കോസ് ഒന്ന് എനർജി ഷിഫ്റ്റിംഗ് നടക്കുന്നു. ആൻഡ് അതർ സൈഡ് ട്വിൻ ഫ്ലെയിം 20 പോകുന്നവരാണെങ്കിൽ മാസ്കുലിൻ അവേക്കനിങ് ഈസ് ക്രൂഷ്യലി ഹാപ്പനിങ് ഇൻ ദിസ് ഇയർ ആൻഡ് ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മന്താണ് നമുക്ക് യൂണിയൻ എനർജീസ് ഉള്ളത്. മഹാശിവരാത്രി വരുന്നത് അല്ലേ, ആൻഡ് വാലന്റൈൻസ് ഡേയും കൂടിയുണ്ട്. അപ്പോൾ കുറേ ഒരു യൂണിയൻ എനർജി ഉള്ളതാണ് ഫെബ്രുവരിയിൽ. അപ്പോൾ നിങ്ങൾക്കൊക്കെ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, മീറ്റപ്സ്, ചിലവർക്ക് അത്രയും ഹീലായവർക്ക് യൂണിയൻ പ്രീ യൂണിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ പെർമനൻറ്റ് യൂണിയൻ ആയിരിക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ സ്റ്റേജസ് ഓഫ് യുവർ ജേർണി. ഓക്കെ, കാരണം 4 ഓഫ് സോർഡ്സിൽ നിന്ന് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ള എന്താണ് 10 ഓഫ് കപ്സ്. കംപ്ലീഷൻ. നിങ്ങളുടെ ലൈഫിൽ കംപ്ലീഷൻസ് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പാർട്ട്ണർ വരാം, അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്ന പേഴ്സൺ ആയിരിക്കാം. ചിലവരുടെ കേസ് മാരീഡ് ആണെങ്കിൽ കുട്ടികളുള്ള പാർട്ട്ണർ ആയിരിക്കാം അടുത്ത പേഴ്സൺ, അവരും അംഗീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത്. ആൻഡ് ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് വന്നു, കിങ് ഓഫ് സോർഡ്സ് റിവേഴ്സ് വന്നു. എനിക്ക് തോന്നുന്നത് ഇതിൽ കാണുന്നതിൽ നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് മീൻസ് ഇറ്റ് ടേക്കിംഗ് ലോങ് ടേം, അല്ലെങ്കിൽ ഡിലേ ആവുന്ന റിലേഷൻഷിപ്സ് എന്നാണ് കാണിക്കുന്നത്. പെട്ടെന്നാണ് പുതിയ പേഴ്സൺസ് വരെ, പുതിയ പേഴ്സണുകൾക്കുള്ള ലൈഫിൽ എൻ്റർ ചെയ്യുന്നത് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പ് ഓഫർ ചെയ്യുന്നത് ഒരു പുതിയ പേഴ്സൺ ആവണം എന്നതിൽ ഉള്ളവർ തന്നെ ആയിരിക്കാം. ചിലവർക്ക് ഒരു ഡിലേ വരുന്നുണ്ട് റിലേഷൻഷിപ്പിൽ, കുറച്ചുകൂടി ടൈം അവർ യൂസ് ചെയ്യുന്നുണ്ട്.
ജഡ്ജ്മെന്റിലാണ് ഞാൻ പറഞ്ഞത്. പൊതുവെ ഒരു കാർഡ് ജഡ്ജ്മെന്റിലാണ്. മറ്റു ടു പോർട്ടലിൽ പറയുന്നത് ഒരു വലിയ രീതിയിൽ ജഡ്ജിങ്, നിങ്ങൾ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ടാവും ആൾക്കാരെ. അത് സ്റ്റോപ്പ് ചെയ്യാം. കുറേ പേര് ലൈഫിൽ ഈ ബ്ലോക്ക് വരാനുള്ള മെയിൻ റീസൺ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുക, മറ്റുള്ളവരെ കുറ്റം പറയുക, അവരെ പറ്റി മറ്റുള്ളവരെ പറ്റിയിട്ടാണ് ലൈഫ് കൂടുതലും യൂസ് ചെയ്യുന്നത്. നിങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇറ്റ്സ് നോ സെൽഫ് ലോ. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, അവർ സ്റ്റാറ്റസ് ഇടുന്നു, അതുപോലെ എനിക്ക് 2 ചെയ്യണം, അല്ലെങ്കിൽ അവരെ പറ്റി ലൈഫിനെ കുറിച്ച് അന്വേഷിക്കാൻ പോവുക, ഒരാളെ കാണുമ്പോൾ തന്നെ എന്താണ് ഏതാണ് ഇങ്ങനെ ചോദിക്കാൻ നിൽക്കുക. അതൊക്കെ നിർത്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക. ഒരാളെ കാണുമ്പോൾ നല്ല വർത്തമാനം പറയുക, അവരെ വിഷമമുള്ള കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക, ഒന്നും വിശേഷങ്ങൾ ചോദിക്കണ്ട. കണ്ടതിന് സന്തോഷം, താങ്ക് യു പറഞ്ഞിട്ട് പോവുക. അതെന്താ ഇതെന്താ എന്തിനാണ് വയ്യുവാർ അതിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അതിൽ അവർക്ക് ഇങ്ങനെയാണ് എനിക്കിങ്ങനെ. പിന്നെ സാലറി ചോദിക്കാതിരിക്കുക, എത്ര സാലറിയാണ്. ഞാൻ കൂടുതൽ കാണുന്നതാണ് കുറേ പ്രായമുള്ള ആൾക്ക്. ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടി മെച്ചുവേർഡാണ്. പഴയ ജനറേഷൻ വന്നു, എത്ര സാലറി, എവിടെയാണ്, എത്ര ടൈം, ഈ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കും. എന്തിന് ഒരാളെ കാണുമ്പോൾ താങ്ക് യു പറയുക, നാളെ ഇന്ന് കാണാൻ പറ്റുമോ എന്നറിയില്ല. സോ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട, അതായത് ആ മൊമെൻറ്റിൽ ഇങ്ങനെ കുഴക്കുകയല്ല ചെയ്തത്. ഇതിൽ കണക്കെ കാണുന്നുണ്ട് 5 of Pentacles പ്രപ്പോസാണ്. ഒരുപാട് നാളായിട്ട് ഫിനാൻഷ്യൽ മണി ബ്ലോക്ക് ഉള്ളവർ അത് മാറാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നമ്മുടെ കുതിര അല്ലെ, കുതിര എങ്ങനെയാണ് നല്ല കുതിച്ച് മുന്നിലേക്ക് പോകാം. ഞാൻ ഡാൻസിലാണല്ലോ പണ്ട് ഫസ്റ്റ് ടൈം ഡാൻസ് ചെയ്യുന്ന സമയത്ത് അമ്പലങ്ങളിൽ അന്ന് ഡാൻസിൽ കൊണ്ടുപോകും. സ്പോർട്ട് കൊറിയോഗ്രഫിയാണ് കേട്ടോ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കിട്ടിയതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് കുതിര, ഒരു സിൽവറിൻ്റെ ഒരു കുതിരയുടെ വിളക്കാണ് കിട്ടിയത്. നല്ല ഭയങ്കര ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. ആ കുതിര എന്ന് പറയുന്നത് മുന്നിലേക്ക് പോകുന്നതിനാണോ ലാക്കാണെന്നൊന്നും എനിക്കറിയില്ല കുതിരേനെ, പക്ഷെ മുന്നിലേക്ക് പോകുന്ന ആ ഒരു എനർജിയാണ് പറയുന്നത്. അപ്പോൾ തന്നെയാണ് ഫെബ്രുവരിയിൽ പറയുന്നത്, മുന്നിലേക്ക് കുതിച്ചുയരുകയാണ്. കുതിച്ചുയരണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു സ്റ്റേറ്റിലേക്ക് എത്തണം. ഇതാണ് കഴിഞ്ഞ ഇയർ ഞാൻ പറഞ്ഞത്. നന്നായിട്ട് നിങ്ങൾ ഹീൽ ചെയ്യും, നിങ്ങൾ നല്ല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ മുന്നോടി അതിൻ്റെ കണ്ടിന്യൂഷനാണ് വരിക. അപ്പോൾ നിങ്ങളുടെ എനർജി ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നല്ല പാതയാണ് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ക്ലംസി ആയിട്ടുള്ള എനർജീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എനർജി എനിക്ക് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത്. നൈറ്റ് ഓഫ് കപ്സ് ഒരു നിങ്ങളൊരു ആഗ്രഹിക്കുന്ന പേഴ്സണിൽ നിന്ന് പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസസ് കാണിക്കുന്നു. ആൻഡ് കിങ് ഓഫ് വാൻസ് ആണ്. അവരിങ്ങനെ പാസ്റ്റിലേക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുന്നതായിട്ട് ഭയങ്കരമായിട്ടും കിങ് എനർജി ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. വാൻസ് ആക്ഷൻ എടുക്കാനുള്ള ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റി, മൾട്ടിപ്പിൾ ചോയ്സസ് ഒക്കെ വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. യെസ്, ജഗ്ലിങ്, ചിലവർക്ക് ജഗ്ഗിൾ ചെയ്യാനും കൺഫ്യൂഷൻ വരാനുള്ള ചാൻസസ് കാണിക്കും. ചിലവരൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വലിയ ട്രോമ എനിക്ക് ഫീൽ ചെയ്യുമോ, എന്തൊരു ട്രോമയാണ് അവരുടെ ഉള്ളിൽ കിടക്കുന്നത്. ഒരു കാര്യം പറഞ്ഞത് കഴിഞ്ഞു, പിന്നെ അടുത്ത സെൻറ്റൻസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെയാണ് ചേച്ചി, എനിക്ക് ഇതൊക്കെയാണ് പ്രോബ്ലം, അടുത്ത വോയിസ് ചേച്ചി ഇതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സബ് കോൺഷ്യസ്ലി ഇതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള മാർഗം തേടിയിട്ടില്ല, അതിനെ ക്ലെൻസ് ചെയ്യാനും റിലീസ് ചെയ്യാനും തേടിയിട്ടില്ല. അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് റിലീസ്, സബ് കോൺഷ്യസ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ കോഴ്സ് പഠിക്കും. ഇവിടെ നിന്ന് തന്നെ ആവണമെന്നല്ല, ഇവിടെ നിന്നെങ്കിലും ആക്കി നിങ്ങൾ റിലീസ് ചെയ്യുക. കാരണം കൺഫ്യൂസിങ് എനർജി, ഓവർ തിങ്കിങ് എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉള്ളവർക്ക് ഈ ഒരു സ്റ്റോൺ, പൈറേറ്റിൻ്റെ സ്റ്റോൺ വളരെയധികം ഹെൽപ്പ് ചെയ്യും. മണി, കരിയർ, അബണ്ടൻസ്, പെട്ടെന്ന് എമൗണ്ട് വരും. നിങ്ങൾക്ക് ഒരിക്കലും ഷോർട്ടേജ് ഓഫ് മണി വരില്ല. ഇത് ഞാനിപ്പോൾ അടുത്ത് റീസെൻ്റ്ലി കഴിഞ്ഞ കൊല്ലം വാങ്ങിയതാണ് പൈറേറ്റ്. വളരെയധികം നല്ല, ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്, ആംഗ്ലെറ്റ്സ് ഒക്കെ ഉണ്ട്, ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ട്. പൈറേറ്റ് സ്റ്റോൺ ആണ് കേട്ടോ. റേറ്റ് ഉണ്ട്, ഒരു 1000 സംതിങ് ഉണ്ട്. പക്ഷെ ആ 1000 നിങ്ങൾ കൊടുക്കണതിന് നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടുന്നതായിരിക്കും. ഓക്കെ. എമത്തിസ്റ്റ് ഓൾസോ, എമത്തിസ്റ്റ് വളരെ നല്ലതാണ്. സ്പിരിച്വലി പോകുന്നവർക്കൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോൺസ്, ബ്രേസ്ലെറ്റ്സ് ആയിട്ടൊക്കെ ഉണ്ട്. ആൻഡ് ക്ലിയർ കോഡ്സും ഹീലിങ്ങിനും ഹെൽത്തിനൊക്കെ വളരെയധികം നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇടയിൽ ക്രിസ്റ്റൽസ് ഉണ്ട്, അപ്പോൾ കാണിച്ചു തന്നു. ഇനി നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സ് നോക്കാം. എന്താണ് ടു പോർട്ടൽ എനർജിയുടെ ഒരു ഇത്. ഓവർ തിങ്കിങ് നിർത്തുക കേട്ടോ. യു ആർ റെഡി, നിങ്ങൾ റെഡി ആണെന്ന് പറയുന്നു. ബാലൻസ് ചെയ്യുക, കോംപ്രമൈസ്. ചില സമയത്ത് കോംപ്രമൈസ് ചെയ്യണം, ചില സമയത്ത് വിട്ടു കൊടുക്കണം, ചില സമയത്ത് സൈലൻ്റ് ആയി നിൽക്കണം. എല്ലായിടത്തും ഫൈറ്റ് ചെയ്തു ഞാൻ തന്നെ ശരി എന്ന് പറയേണ്ട ആവശ്യമില്ല. ചില സ്ഥലത്ത് സൈലൻസ് ആയിരിക്കും നല്ലത്. സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ പെരുമാറുക. സോ ഡു കോംപ്രമൈസ്. നിങ്ങളുടെ ഉള്ളിൽ കോംപ്രമൈസിങ് എനർജി കൊണ്ടുവരാം. 2 കാർഡ് വന്നു. ഏഞ്ചലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ പേർക്ക് ആരാണ് ഏഞ്ചൽസ്, അവരുടെ ഗാർഡിയൻ സപ്പോർട്ടേഴ്സ് ആരാണെന്ന് അറിയുന്നില്ല. ആസ്ക് യുവർ ഏഞ്ചൽസ്. അപ്പോൾ അവരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഹീലാവും. ഞാനിവിടെ എൻ്റെ കയ്യിൽ ഏഞ്ചൽസ് അല്ലെങ്കിൽ ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ കാർഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ ആരാണ് എൻ്റെ ദേവത എന്നൊക്കെ അറിയണം, അല്ലെങ്കിൽ
എൻ്റെ സപ്പോർട്ടേഴ്സ് ആരാണ് ഫ്രം ദ ഹയർ സെൽഫ് എങ്കിൽ നമുക്കതിൻ്റെ കാർഡ്സുകളൊക്കെ ഉണ്ട്. യു കൻ ടേക്ക് പേയ്മെൻറ്റ് ചെയ്ത് റീഡിംഗ് എടുക്കാം കേട്ടോ. റിമെയിൻ പോസിറ്റീവായിട്ടിരിക്കൂ എന്ന് പറയുന്നുണ്ട്. എന്താണ് ചിന്തിക്കുന്നതാണ് ആയിത്തീരുക. യെസ് കണ്ടോ, ടേക്ക് ആക്ഷൻ. ഈ ആക്ഷൻ്റെ സമയമാണിപ്പോൾ. പ്രോപ്പർ ആക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫലമായിരിക്കും ഈ ഒരു ഇയറിൽ കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടിട്ടുള്ളത്. ഇനി ലാസ്റ്റ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഹിഡൻ ആയിട്ടുള്ള ഫീലിങ്സ് കൂടെ റീഡ് ചെയ്തിട്ട് ഐ വിൽ സ്റ്റോപ്പ് ദിസ് റീഡിങ്. ഓക്കെ, ഷിപ്സിന്ന് എടുക്കട്ടെ കേട്ടോ. യൂണിവേഴ്സ് മെസ്സേജസ് എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഹിഡൻ ആയിട്ടുള്ള മെസ്സേജസ്? കുറച്ച് കാർഡ്സ് വന്നിട്ടുണ്ട്, ഒന്ന് വീണു. ഓക്കെ, ഫസ്റ്റ് വീട് വായിക്കാം. സക്സസ് ബേസ് ചക്രയാണ്. ട്രൈം സക്സസ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ബേസ് ചക്ര, റൂട്ട് ചക്രയുടെ താഴെയുള്ള ചക്രയെ ആക്ടിവേറ്റ് ചെയ്യുക. റൂട്ട് ചക്ര തന്നെ ആക്ടിവേറ്റ് ചെയ്താൽ തന്നെ താഴെ ഓപ്പൺ ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇൻറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ഹാർമണി, വളരെ ഹാർമണി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു യൂണിയൻ എനർജിയാണ് ഇതിൽ. വിർഗോ ആണ് കേട്ടോ. ടോറസ്, വിർഗോ, എർത്ത് സൈൻ കാണിക്കുന്നു വിർഗോ. അതോറിറ്റി, യെസ്, അതാണ് കിങ് ഓഫ് വാൻസ്. ഒരു പവർ സ്ട്രെങ്ത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ കാണുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സണൽ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഉള്ള കോളേജ് ജഡ്ജ് ആയിരിക്കാം. ഇങ്ങനെ നല്ല രീതിയിൽ പവർ ഹോൾഡ് ചെയ്യുന്നൊരു പേഴ്സൺ. ഫേം ഫൗണ്ടേഷൻ, അവർ ഫൗണ്ടേഷൻ ബേസ് സ്ട്രോങ് ആക്കാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. വാവ്, നല്ല കാർഡാണ്. റിയൂണിയൻ ഈസ് നിയർ. ഇത് ആദ്യമായിട്ടാണ് റീഡിങ്ങിൽ വരുന്നത്. റിയൂണിയൻ ഈസ് നിയർ. റിയൂണിയൻ്റെ കാർഡും ഇവിടെ ഉണ്ട് അല്ലേ. ഒരു കംപ്ലീഷൻ യൂണിയനോ അപ്പോൾ അതും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്ക് റിയൂണിയൻ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് അത് ഇൻഡ്യൂഷനിൽ കിട്ടും. പ്ലസ് ഒരു കാർഡും കൂടി. ട്രാൻസ്ഫോർമേഷൻ ഈസ് ഹാപ്പനിങ്. ട്രാൻസ്ഫോർമേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കിട്ടിയ കാർഡ്സ്. നിങ്ങൾക്ക് റീഡിങ് റെസനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ താഴെ ഒരു താങ്ക് യു എന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന അനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ താങ്ക് യു പറയാനുള്ള റീസൺസ് കൂടി വരും. ഓക്കെ, എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻസ് ഇപ്പോൾ ഈ കഴിഞ്ഞ വീക്ക് നടന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഇനിയൊരു 3 മാനിഫെസ്റ്റേഷൻസ് ആണ് ബിഗ്ഗറായിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ആ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ പോയി കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സ് നമ്മുടെ ആഗ്രഹങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നടത്തും. സോ ഞാൻ എന്തുകൊണ്ട് ഈ മാനിഫെസ്റ്റേഷൻ നടന്നു എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് സാധ്യമാകും. എനിക്ക് പ്രത്യേക പവർ ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മൾ യൂണിവേഴ്സിൻ്റെ ആ ഒരു മാർഗത്തിലൂടെ പോകുന്നു. ആ ഒരു മാക്സിമം മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും മറ്റൊരു കാര്യത്തിൽ ഇടപെടാതെ നമ്മൾ നമ്മുടെ ലൈഫ് നോക്കി പോകുമ്പോൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കും ആ ഒരു എനർജി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാരോ റീഡിങ്സ്, ആകാശിക് റീഡിങ്, സോൾ കോൺട്രാക്ട് റീ റൈറ്റിംഗ്, അതുപോലെ സോൾ കോൺട്രാക്ട്, കോഡ് കട്ടിങ്, കോഡ് മെൽറ്റിങ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, കാർമിക് കോഡ് ക്ലിയറൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ DM me. ഇപ്പോൾ ഒരു 3-4 ദിവസം കൂടി ഞാൻ ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് പേഴ്സണൽ കൗൺസിലിംഗ്, പേഴ്സണലി നിങ്ങൾക്ക് എന്നോട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ പേഴ്സണൽ കൗൺസിലിംഗ് സെഷൻസും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴി 1 ഹവറിൻ്റെ ആയിരിക്കും. പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് സംസാരിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും പറഞ്ഞു തരുന്നതായിരിക്കും. 1 day ആയിരിക്കും. ഓക്കെ, ആൻഡ് ആകാശിക് ടാരോ ബാച്ചും ആകാശിക് ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസ് എനിക്ക് ചോദിക്കാവുന്നതാണ്. ഞാനിപ്പോൾ പേയ്മെൻറ്റിൻ്റെ ഒന്നും ഇങ്ങനെ ഡീറ്റെയിൽ ഇടാറില്ല. കാരണം ഒന്നുമല്ല, അത് കാണുമ്പോൾ തന്നെ ആൾക്കാർ ചിലവർ അയ്യോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ 3D കുറേ പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അതുള്ള കാര്യങ്ങൾ കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് എനിക്ക് അങ്ങനെ ഇൻഡ്യൂഷനിൽ വന്നതുകൊണ്ടാണ് കേട്ടോ. സോ താങ്ക് യു എവരി വൺ, സ്റ്റേ ബ്ലെസ്ഡ്. അപ്പോൾ ഫുൾ മൂൺ ആയതുകൊണ്ട് കുറച്ച് പർജിങ്സ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ മാസ്കുലിൻസ് ആയിട്ട് കുറച്ച് ഡെവലപ്പ് ആവുക. മാസ്കുലിൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഒരു ഡിസ്റ്റർബൻസസ് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ ഫാദർ വൂൺസ് ഒക്കെ ഒന്ന് ഹൈറ്റൻ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഫാദർ വൂൺസിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ട്വിൻ ഫ്ലെയിം ജേർണി വീഡിയോസ് വരുന്നതായിരിക്കും ഷോർട്സിൽ. ഡ്രീംസിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. വിൽ മേക്ക് എ വീഡിയോ. സോ താങ്ക് യു എവരി വൺ.